നമസ്തേ. വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചും ഉണ്ണിക്കണ്ണനെക്കുറിച്ചുമുള്ള മനോഹരമായ കഥയുടെ 4ാമത്തെ ഭാഗമാണ് പറയുന്നത്. ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിന് കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ്. 13ാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ച് യാതൊരു പഠനവും ഇന്നേവരെ നടന്നിട്ടില്ല. അക്കമിട്ട് നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും. തൃശൂർ പുത്തൻചിറ തെക്കുംമുറി ദേശത്ത് 13ാം നൂറ്റാണ്ടിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യചരിത്രം 1ാം പാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കണ്ണൻ്റെ ചോദ്യത്തിന് വില്ലുമംഗലത്തിൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അല്പസമയം മിണ്ടാതിരുന്നു. പിന്നെ കുറച്ച് വിഷമത്തോടെ ചോദിച്ചു, ഭഗവാനെ, ഞാനും അങ്ങയുടെ ഭക്തനല്ലേ? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അതേ വില്ലുമംഗലം, രണ്ടുപേരും എൻ്റെ പ്രിയ ഭക്തരാണ്. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയുമാണ്. അമ്മയ്ക്കിത് 7ാം ജന്മമാണ്. കഴിഞ്ഞ 7 ജന്മത്തിലും അമ്മ എന്നെ സേവിച്ചു കൊണ്ടേയിരുന്നു. അച്ഛനിത് 3ാം ജന്മമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ അച്ഛ. കണ്ണൻ്റെ നിറഞ്ഞ ചിരിയിൽ വില്ലുമംഗലത്തിൻ്റെ പരാതിയും പരിഭവങ്ങളുമെല്ലാം മാഞ്ഞുപോയി. ഒരു ദിവസം കുറൂരമ്മ കുളിക്കാനെത്തിയപ്പോൾ അവിടെ ചെമ്മങ്ങാട്ടില്ലത്തെ തമ്പുരാട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറൂരമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെമ്മങ്ങാട്ടെ തമ്പുരാട്ടി കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു, തെറിച്ചശത്താക്കരുത്, ഇല്ലത്തിന്നൊരു ഫിഷ്യുണ്ട്. ഇതാരാവോ ഇത്രയും വലിയ മഹാൻ? കുറൂരമ്മയ്ക്ക് മനസ്സിലായി, ചെമ്മങ്ങാട്ടില്ലത്ത് ഇന്ന് ഫിഷയ്ക്ക് എത്തിയിട്ടുള്ളത് സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാരല്ലാതെ മറ്റാരുമല്ലെന്ന്. ഒന്നും തന്നെ മിണ്ടാതെ വേഗത്തിൽ കുളിച്ചു കയറി. എന്നിട്ട് ഇല്ലത്തെത്തിയ കുറൂരമ്മ ഉടനെ ദാസിയെ വിളിച്ചു പറഞ്ഞു, അമ്പലത്തിലെ ആൽത്തറയ്ക്കൽ കാവി ധരിച്ചിരിക്കുന്ന ഒരു സന്യാസിയുണ്ട്. സ്വാമിയോട് ഉണ്ണാനായിട്ട് ഇല്ലത്തേക്ക് വരാൻ പറയുക. ആൽത്തറയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന സന്യാസിയുടെ മുമ്പിലെത്തി ദാസി വിവരമുണർത്തിച്ചു. ദാസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് മനസ്സിലായി, ഇത്രയും കർശനമായി പറയണമെങ്കിൽ അത് കുറൂരമ്മയായിരിക്കുമെന്ന്. അപ്പോൾ ആലോചനയ്ക്കിടം കൊടുക്കാതെ സ്വാമിയാർ പറഞ്ഞു, ഇന്നെന്തായാലും തരാവില്ലേട്ടോ. ചെമ്മങ്ങാട്ട് ഇന്നൊരു ഫിഷുള്ളതാ, നാളെയാകാം. എന്താ ആയമ്മയോട് പറയുക. അങ്ങനെ ചെമ്മങ്ങാട്ടിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇല്ലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ കുറൂരമ്മയെ വന്നു കാണണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ദാസിയുടെ വരവ്. ചെമ്മങ്ങാട്ട് നമ്പൂതിരി സ്വാമിയാരുടെ യോഗദണ്ഡ് ഇങ്ങനെ വാങ്ങിവെച്ച സ്ഥിതിക്ക് അവിടുത്തെ ഫിഷ് ഇങ്ങനെ സ്വീകരിച്ച ശേഷമേ മടങ്ങാവൂ. ദാസി ഇങ്ങനെ തിരിച്ചു വന്ന് വിവരം പറഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്ക് അത് കേട്ട് തൃപ്തിയായില്ല. സ്വാമിയാരെ ഉടനെ ഇവിടെ വരുത്തണമെന്ന് തന്നെയായിരുന്നു കുറൂരമ്മയുടെ മനസ്സിൽ. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ദാസി വീണ്ടും കുറൂരമ്മയുടെ സന്ദേശവുമായി എത്തിയപ്പോൾ സ്വാമിയാർക്ക് കുറച്ചൊരു ദേഷ്യം വന്നു. ചെമ്മങ്ങാട്ടില്ലത്ത് ഇന്നൊരു പൂജയുണ്ട്, പോകാതെ വയ്യ. നാളെ കുറൂരിനെ കണ്ടേ മടങ്ങൂ എന്ന് പറയുക. സ്വാമിയാരെ വിളിക്കാൻ പോയ ദാസിയെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണുന്നില്ല. എന്തായാലും സ്വാമിയാർക്ക് ഇവിടെ വരാതിരിക്കാനാവില്ല. കാരണം കണ്ണൻ എന്ന് സ്വാമിയാരുടെ പൂജയാണ് കുറൂരമ്മ മനസ്സിലിങ്ങനെ കാണുന്നത്. പിന്നെ എന്താണ് ഇത്ര താമസിക്കുന്നത്? സ്വാമിയാരിങ്ങ് എത്തുമ്പോഴേക്കും പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. സഹായത്തിനായി വന്ന ഉണ്ണിക്കുട്ടൻ ദാസിയെ തിരക്കി പോവുകയും ചെയ്തു. ഒരു കൈ സഹായത്തിന് ആളില്ലാതെ കുറൂരമ്മ അങ്ങനെ വിഷമിച്ച സമയത്ത് ഉണ്ണിക്കുട്ടൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി പുഞ്ചിരിയോടെ ഇല്ലത്തേക്ക് കടന്നു വന്നു. തിരക്കിനിടയിലും കുറൂരമ്മ കുട്ടിയെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ അമ്മയെ സഹായിക്കാൻ വന്നത്. അമ്മ വിഷമിക്കണ്ടേട്ടോ, സ്വാമിയാർ വരുന്നുണ്ട്. അമ്മ ഇവിടെ ഇരുന്നോളൂ, എല്ലാം ഞാൻ ഒരുക്കിത്തരാം. അങ്ങനെ സ്വാമിയാരെ കാണാതെയും സഹായത്തിന് ആളില്ലാതെയും ആകെ വിഷമിച്ച കുറൂരമ്മയെ സമാധാനിപ്പിച്ച് ഒരിടത്ത് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് കുട്ടി ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. ഇന്ന് കണ്ണന് എന്തെല്ലാം വേണമെന്ന് കുറൂരമ്മ മനസ്സിൽ കരുതിയിരുന്നുവോ, നിമിഷനേരം കൊണ്ട് കുട്ടി അതെല്ലാം ഒരുക്കി കഴിഞ്ഞു. കുട്ടിയുടെ വൈഭവം കണ്ട് കുറൂരമ്മ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ശാന്തിക്കാരൻ്റെ മകനായിരിക്കും ഈ കുട്ടി. അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങളിൽ ഇത്രയേറെ വൈഭവം മറ്റു കുട്ടികൾക്കുണ്ടാവില്ല. പേര് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന കുട്ടി പറഞ്ഞു, സ്വാമിയാരെ കാണുന്നില്ലല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. അമ്മയുടെ സമ്മതത്തോടെ കുട്ടി ഇടവഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു. വില്ലുമംഗലം സ്വാമിയാർ ചെമ്മങ്ങാട്ടില്ലത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ്. സ്വാമിയാർക്ക് യാത്ര തുടരണമെങ്കിൽ ശംഖനാദം മുഴങ്ങണം. പക്ഷേ ശംഖിൽ നിന്ന് നാദം പുറത്തേക്ക് വന്നില്ല. ഇത്രയും നേരെ ശംഖിന് ശബ്ദമുണ്ടായിരുന്നതാണല്ലോ, പിന്നെ ഇപ്പോഴെന്തു പറ്റി? ദാസിയും ഉണ്ണിക്കുട്ടനും ഇതെല്ലാം കണ്ട് സ്വാമിയാരുടെ മുമ്പിൽ നിരാശയോടെ നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി ശംഖിൻ്റെ നാദം നിലച്ചപ്പോൾ അതിൻ്റെ കാരണം തിരക്കി.
സ്വാമിയാരുടെ മനസ്സ് ഒടുവിൽ ചെന്നെത്തിയത് കുറൂരമ്മയുടെ പൂജാമുറിയിലാണ്. ഉണ്ണിക്കുട്ടൻ സ്വാമിയാരുടെ കണ്ണുകളിൽ നോക്കി മൃദു മന്ദസ്മിതം തൂകി ഇങ്ങനെ നിന്നു. ശംഖിന് ശബ്ദം തിരിച്ചു കിട്ടിയപ്പോൾ സ്വാമിയാർ ചെമ്മങ്ങാട്ടില്ലത്തേക്കുള്ള യാത്ര മാറ്റിവെച്ച് പരിവാരങ്ങളെയെല്ലാം ചെമ്മങ്ങാട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചയച്ചു. എന്നിട്ട് ഉണ്ണിക്കുട്ടനോടൊപ്പം കുറൂരില്ലത്തേക്ക് നടന്നു. വില്ലുമംഗലം സ്വാമിയാർ കുറൂരില്ലത്തേക്ക് ആദ്യമായി വരികയാണ്. അതുപോലെ വില്ലുമംഗലം സ്വാമിയാരെ ഒന്ന് നേരിൽ കാണാനുള്ള കുറൂരമ്മയുടെ ആഗ്രഹവും ഇതുവരെ സഫലമായിട്ടില്ല. കുറൂരമ്മ കണ്ണനെയും പൂജാമുറിയും വിട്ട് പുറത്തേക്കൊന്നും പോകാറില്ല. ആകെ 2 നേരവും ദേവാരപ്പുരയിലേക്കുള്ള ഒരു യാത്ര. അവിടെ വെച്ച് ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാലായി. കുറൂരമ്മയുടെ അസാധാരണത്വം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവമുള്ളത് കൊണ്ടാകാം പലരും കുറൂരമ്മയിൽ നിന്നും മനസ്സുകൊണ്ട് കുറച്ച് അകന്നാണ് നിൽക്കാറുള്ളത്. വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും വലിയ കൃഷ്ണഭക്തരാണെന്ന് ഇരുവർക്കും കേട്ടറിവ് മാത്രം. തമ്മിൽ കണ്ട് പരിചയപ്പെടാനുള്ള ഒരവസരം കണ്ണൻ ഇപ്പോഴാണ് അവർക്ക് ഒരുക്കിക്കൊടുത്തത്. സ്വാമിയാർ കുറൂരില്ലത്തേക്ക് കടന്നു വന്നപ്പോൾ വാൽക്കിണ്ടിയുമായി സ്വീകരിക്കാനെത്തിയത് ഒരു ഉപനയച്ചുണ്ണിയായിരുന്നു. അപ്പോൾ ഇവിടെ ഗൃഹസ്ഥന്മാരാരുമില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു നമസ്തായ എന്ന് ശങ്കരൻ പറഞ്ഞു കേട്ടിട്ടില്ലേ സ്വാമി? സ്വാമി ഉണ്ണിയെ ഒന്ന് നോക്കി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഉണ്ണി സ്വാമിയെ കാല് കഴുകിച്ച് നേരെ പൂജാമുറിയിലേക്കാണ് ആനയിച്ചത്. കുറൂരമ്മ പൂജിക്കുന്ന കണ്ണൻ ഇന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ പൂജയാണ്. വില്ലുമംഗലം കണ്ണൻ്റെ മുമ്പിലിരുന്ന് അർച്ചന തുടങ്ങിയപ്പോൾ ഒരത്ഭുതം സംഭവിക്കുന്നു. വില്ലുമംഗലം കണ്ണൻ്റെ തൃപ്പാദത്തിലേക്ക് ജപിച്ചർപ്പിക്കുന്ന ഓരോ പൂക്കളും വന്നു വീഴുന്നത് പുറത്ത് കുറൂരമ്മയോടൊപ്പം നിൽക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ തൃപ്പാദങ്ങളിലാണ്. കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിയാരും പരസ്പരം നോക്കി. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതം വിശ്വസിക്കാനാവുന്നില്ല. ഉണ്ണിക്കുട്ടൻ അപ്പോഴും ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേ നിന്നു. ഭഗവാനെ തിരിച്ചറിഞ്ഞ വില്ലുമംഗലം പൂജാമുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചതോടെ കുറൂരമ്മയുടെ മുമ്പിൽ പാൽപുഞ്ചിരി പൊഴിച്ചു നിന്ന കണ്ണൻ എവിടെയോ പോയി മറിഞ്ഞു. അതേസമയം സ്വാമിയാർക്കും കുറൂരമ്മയ്ക്കും ദർശനം നൽകിയ മായക്കണ്ണൻ്റെ അത്ഭുത ലീലകൾ ഓരോന്നായി പറഞ്ഞ് വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും മനം കുളിർപ്പിച്ചു. ഭക്ഷ്യയോഗ്യമായതെന്തും കുറൂരമ്മ കണ്ണന് നിവേദിക്കുന്ന പതിവുണ്ട്. നിവേദ്യം കഴിഞ്ഞ് കുറൂരമ്മ പുറത്തേക്കിറങ്ങി കുറച്ചു സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നിവേദ്യപാത്രങ്ങൾ ഒഴിഞ്ഞു കാണുന്നു. അയൽപക്കത്തെ ഉണ്ണിക്കുട്ടനെയാണ് സംശയം. ഉണ്ണിക്കുട്ടൻ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നല്ലൊരു സഹായി ആയതുകൊണ്ട് ചോദിക്കാതെ സംശയം മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഒരു ദിവസം അല്പം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ കള്ളനെ കൈയോടെ പിടികൂടാൻ കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ എന്ന കൊച്ചു കള്ളനെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വലിയ കരിക്കലത്തിൻ്റെ അടിയിലിട്ട് മൂടി. കള്ളൻ കുറച്ചു സമയം അവിടെ കിടക്കട്ടെ എന്ന് കുറൂരമ്മയും കരുതി. കട്ട് തിന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കള്ളന് വിശപ്പുണ്ടാവുകയില്ല. എന്നെ തുറന്നു വിടൂ അമ്മേ, എനിക്ക് പേടിയാവണു, എന്നെ തുറന്നു വിടൂ അമ്മേ എന്ന് ഉണ്ണിക്കുട്ടൻ പറയുകയാണ്. കരിക്കലത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉണ്ണിക്കുട്ടൻ കുറേ കരഞ്ഞു നോക്കി. അച്ഛൻ എന്നെ തിരക്കണുണ്ടാവും, എന്നെ തുറന്നു വിടൂ അമ്മേ. കുറച്ചു സമയം ഉണ്ണിക്കുട്ടൻ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം നേർത്തില്ലാതായി. ഉണ്ണിക്കുട്ടൻ കലത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന് അമ്മ കരുതി. അമ്മയ്ക്ക് ഉണ്ണിയോട് ദേഷ്യമായിരുന്നില്ല. വാത്സല്യത്തോടെ ഉണ്ണിക്കുട്ടനെ ഒന്ന് പിണക്കാമെന്ന് കരുതിയാണ് കലത്തിനടിയിൽ ഇങ്ങനെ അടച്ചിട്ടത്. ഒടുവിൽ കലം തുറന്ന് നോക്കിയപ്പോൾ കുറൂരമ്മ അന്തിച്ചു പോയി. കലത്തിനിടയിൽ ഇങ്ങനെ കുട്ടിയില്ല. കലം തുറന്ന് മാറ്റി പോകാനും വഴിയില്ല. കാരണം കലത്തിനരികിൽ നിന്ന് കുറൂരമ്മ മറ്റെങ്ങും പോയിട്ടുമില്ല. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? കലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വീണു കിട്ടിയ മയിൽപ്പീലിത്തണ്ട് കയ്യിലെടുത്തപ്പോൾ കുറൂരമ്മയുടെ അന്തരാത്മാവിൽ കണ്ണൻ്റെ വേണുഗാനം ഇങ്ങനെ അലയടിച്ചുയർന്നു. കുറൂരമ്മ എൻ്റെ കണ്ണാ എന്നിങ്ങനെ വിളിച്ചുപോയി. എന്നും ദീപാരാധനയ്ക്ക് നടയടച്ചാൽ മുന്നിൽ കണ്ണനുണ്ട്. അപ്പോൾ പാലിൽ അരിയും പഞ്ചസാരയും ചേർത്ത് നെയ്യൊഴിച്ച് കുറുക്കി വറ്റിച്ചെടുത്ത പായസമാണെങ്കിൽ കണ്ണന് വളരെ വിശേഷമാണ്. ഇത്തരം സമയങ്ങളിൽ നടയടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീകോവിലിൽ കണ്ണൻ്റെ സാന്നിധ്യം ഇങ്ങനെ കണ്ടു തുടങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ ദീപാരാധനയ്ക്ക് നടയടച്ചപ്പോൾ കണ്ണൻ്റെ സാന്നിധ്യം കാണാതെ വില്ലുമംഗലത്തിന് ആദിയായി. പൂക്കളും മഞ്ചാടിയും കുന്നിക്കുരുവും ചിതറി വീഴുന്നില്ല, പാത്രങ്ങൾ ചിലമ്പുന്നില്ല, കുസൃതിച്ചിരിയും കാൽത്തളക്കിലുക്കവും കേൾക്കുന്നില്ല. വില്ലുമംഗലത്തിൻ്റെ മടിയിൽ വന്നിരിക്കുന്നില്ല, കഴുത്തിൽ വട്ടം കെട്ടിപ്പിടിക്കുന്നില്ല. കണ്ണാ, ഇതെവിടെയാണ് മറഞ്ഞിരിക്കുന്നത് ഭഗവാനെ? ഭഗവാന്റെ സാന്നിധ്യം കാണാതെ വില്ലുമംഗലം വിഷമിച്ചിരിക്കെ അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിയിൽ ആ രംഗം തെളിഞ്ഞു വന്നു.
അകലെ നിന്ന് കണ്ണൻ ഓടിക്കിതച്ച് വരികയാണ്. മുഖത്തും ആ വെളുത്ത ശരീരത്തിലും നിറയെ കരിയാണ്. തലയിലെ പീലിയും കാണുന്നില്ല. വളരെ വിഷമിച്ചാണ് ഇങ്ങനെ വരുന്നത്. ഉണ്ണി, ഇതെന്തായി കാണണേ? ഈ മുഖത്തൊക്കെ? ശിവശിവ. കുറച്ച് സങ്കടവും പരിഭവവും കലർത്തിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു, ആയമ്മ എന്നെ വിട്ടില്ല. കലത്തിനടിയിൽ ഇട്ടെന്നെ മൂടിക്കളഞ്ഞു. ഞാൻ എന്താ ചെയ്യുക? ഒരു കണക്കിന് ആയമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനെ വന്നതാണ് ഞാൻ. എന്തിനാ ഉണ്ണി എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കണേ എന്ന് വില്ലുമംഗലം ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞാൻ കരഞ്ഞു പറഞ്ഞുല്ലോ ആ ആയമ്മയോട്, അച്ഛനിപ്പോൾ എന്നെ തിരക്കണുണ്ടാവുമെന്ന്. ആയമ്മ എന്നെ തുറന്നു വിട്ടില്ല. ആയമ്മയ്ക്ക് കുറുമ്പ് ഇത്തിരി കൂടുതലാച്ചാ. ആയമ്മയോടുള്ള കണ്ണൻ്റെ പരിഭവം കണ്ടപ്പോൾ സ്വാമിയാർക്ക് ചിരിയാണ് വന്നത്. സ്വാമിയാർ ചോദിച്ചു, കുറുമ്പ് എൻ്റെ ഉണ്ണിക്കോ അതോ ആയമ്മയ്ക്കോ? ഉണ്ണിക്ക് അക്കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് ഉണ്ണിയുടെ മറുപടി ഉടനെ വന്നു, അത് ആയമ്മയ്ക്കാച്ചാ. കുറൂരമ്മയുടെ അടുത്ത് പോയി കണ്ണൻ കാര്യമായി എന്തെങ്കിലും കുറുമ്പെടുത്ത് കാണും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷ കുറൂരമ്മ ഉണ്ണിക്ക് കൊടുക്കുമായിരുന്നില്ലെന്ന് സ്വാമിയാർക്കറിയാം. കണ്ണൻ്റെ മുഖത്തെ പരിഭവം മാറാതെ കണ്ടപ്പോൾ വില്ലുമംഗലം ഉണ്ണിയെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. സാരമില്ല കണ്ണാ, കുറുമ്പെടുത്തിട്ടല്ലേ എന്തിനാ ആയമ്മയുടെ അടുത്ത് കുറുമ്പെടുക്കാൻ പോണേ? ആയമ്മയുടെ പാൽപ്പായസത്തിന് എന്ത് രുചിയച്ചാ. അത് പറയുമ്പോൾ ഉണ്ണിയുടെ മുഖത്തെ തിളക്കം വില്ലുമംഗലം ശ്രദ്ധിച്ചു. ഉണ്ണിക്ക് ഞാൻ ഉണ്ടാക്കി തരുന്നതോ? അതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇനി ആയമ്മേനെ ശല്യം ചെയ്യരുത് കേട്ടോ. ആയമ്മ ഒരു പാവല്ലേ കണ്ണാ. ആയമ്മ എത്ര കഷ്ടപ്പെട്ടതാ. ഞാനത് കഴിച്ചില്ലെങ്കിൽ ആയമ്മയ്ക്ക് സങ്കടമാവില്ലേ അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ. സ്വാമിയാർക്ക് മനസ്സിലായി കുറൂരമ്മയുടെ അരികിൽ പോയി കണ്ണൻ കാര്യമായ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ പൂജാമുറിയിൽ കടന്ന് പാൽപ്പായസം കട്ട് കുടിച്ചിട്ടുണ്ടാകും. കൈയോടെ പിടികൂടി കരിക്കലത്തിൻ്റെ ചുവട്ടിലിട്ട് അടച്ചു കാണും. അപ്പോൾ സ്വാമിയാർ കണ്ണനെ ഇങ്ങനെ അരികിൽ ചേർത്ത് നിർത്തി മുഖത്തെ കരിയൊക്കെ തുടച്ചു കളഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാൽപ്പായസത്തിൻ്റെ മുമ്പിലിരുത്തി. കഴിച്ചോളൂ കണ്ണാ, മതിയാവോളം. ഇന്നു മുതൽ എൻ്റെ ഉണ്ണിക്ക് പാൽപ്പായസം മുടങ്ങില്ല. അപ്പോൾ നറുപുഞ്ചിരിയോടെ കണ്ണൻ സ്വാമിയാരുടെ കണ്ണുകളിലേക്ക് നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ വില്ലുമംഗലം സാവധാനം ഇങ്ങനെ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി നെഞ്ചിൽ കൈ ചേർത്ത് മന്ത്രിച്ചു, ഉണ്ണി, ഒരു നിമിഷം പോലും എനിക്കെൻ്റെ ഉണ്ണിയെ പിരിഞ്ഞിരിക്കാൻ വയ്യാണ്ടായേക്കണു. കുറൂരമ്മ ദിവസവും കണ്ണന് ഒരു നെല്ലിക്ക വീതം കൊടുക്കുന്ന പതിവുണ്ട്. അപ്പോൾ കണ്ണിമാങ്ങയും നെല്ലിക്കയും കണ്ണന് വളരെ പ്രിയമാണ്. ഒരു ദിവസം പോലും നെല്ലിക്ക മുടക്കാറില്ല. ഒരു കൊല്ലത്തേക്കുള്ള നെല്ലിക്ക കുറൂരമ്മ കൈവശം കരുതാറുണ്ട്. ഒന്നേയുള്ളൂവെങ്കിൽ നാളേക്ക് പകുതിയും മറ്റന്നാളത്തേക്ക് അതിൻ്റെ പകുതിയും ഇങ്ങനെ മാറ്റിവെക്കും. കുറൂരില്ലത്ത് വലിയൊരു നെല്ലിമരമുണ്ട്. ഒരു ദിവസം കുറൂരമ്മ നെല്ലി ചുവട്ടിലെത്തിയപ്പോൾ കാറ്റിൽ 100ഓളം നെല്ലിക്കകൾ കൊഴിഞ്ഞു വീണ് കിട്ടി. കുറൂരമ്മ അതെല്ലാം പെറുക്കി ഇങ്ങനെ മുണ്ടിലിട്ടു. എന്നിട്ട് ഉടുത്ത മുണ്ടിലിടുന്നത് അശുദ്ധമാണല്ലോ എന്ന് കരുതി അതെല്ലാം വാരി മാറത്തടക്കി പിടിച്ചുകൊണ്ട് വന്ന് ഇറയത്തിട്ടു. കുറൂരമ്മ അകത്ത് പോയി ഒരു പാത്രം എടുത്തു കൊണ്ടുവന്നപ്പോഴേക്കും അതിൽ പകുതിയും ആരോ വാരിയെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഏത് കള്ളനാ നെല്ലിക്ക വാരി എടുത്തു കൊണ്ടുപോയത്? കുറൂരമ്മയ്ക്ക് സംശയം ഉണ്ണിക്കുട്ടനെ ആയിരുന്നു. ഈ നിമിഷ നേരം കൊണ്ട് നെല്ലിക്കയും വാരിയെടുത്ത് ഉണ്ണിക്കുട്ടൻ എവിടേക്ക് മറഞ്ഞു? കുറൂരമ്മ ചുറ്റും ഇങ്ങനെ പകച്ചു നോക്കി നിൽക്കേ അകത്ത് നിന്ന് മുഖം മാത്രം പുറത്തേക്ക് കാണിച്ചു കൊണ്ട് നിൽക്കുന്ന കുട്ടി കൊഞ്ചലോടെ പറഞ്ഞു, നെല്ലിക്ക കെട്ടത് കണ്ണനാ. അവനെ ഒന്നും പറയണ്ട കേട്ടോ. ഭഗവാനെ, കണ്ണാ. കുറൂരമ്മയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അതിനുശേഷം കുറൂരമ്മ കണ്ണന് നെല്ലിക്ക മുടക്കിയിട്ടില്ല. എന്നും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് കുറൂരമ്മ കണ്ണന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം കുറൂരമ്മ കുളിക്കാനായി എത്തി. അപ്പോൾ വസ്ത്രം മാറ്റി വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കുമ്പോൾ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ പാമ്പ്. ഒരു നിമിഷം കുറൂരമ്മ മുമ്പിൽ പത്തി വിടർത്തിയാടുന്ന സർപ്പത്തെ കണ്ട് ഭയന്നിങ്ങനെ നിന്നു. കൃഷ്ണ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കണ ഭഗവാനെ? അപ്പോൾ എവിടെ നിന്നെന്നറിയില്ല ഒരു കുട്ടി കുറൂരമ്മയുടെ മുമ്പിലെത്തി. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട കേട്ടോ, വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളൂ. കുട്ടി അമ്മയെ സാവധാനം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടു. എന്നിട്ട് അമ്മ ധൈര്യത്തോടെ കുളിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ കൂട്ടിയിരിക്കാം. അങ്ങനെ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പടവിലിരുന്ന് കുറൂരമ്മയുടെ നീരാട്ട് കണ്ടു. കുറൂരമ്മ വേഗത്തിൽ കുളിച്ചു കയറി. ഇല്ലത്തെത്തിയപ്പോൾ കുളത്തിൽ കണ്ട അതേ സർപ്പം തന്നെ പൂജാമുറിയുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. അമ്മയ്ക്കിപ്പോൾ പേടിയൊന്നും തോന്നിയില്ല. ഇതെല്ലാം കണ്ണൻ്റെ ലീലകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ചോദിച്ചു, കണ്ണാ, എന്തിനാ ഇങ്ങനെ കളിപ്പിക്കണേ? വേണ്ട, പൊക്കോളൂ. അമ്മയുടെ വാക്ക് കേട്ട് തലയുയർത്തി നിന്ന സർപ്പം അപ്രത്യക്ഷമായപ്പോൾ കുറൂരമ്മയ്ക്ക് തിരിച്ചറിവുണ്ടായി. കുളിക്കടവിലെത്തി വസ്ത്രം അഴിച്ച നിമിഷം മുതൽ കുളി കഴിഞ്ഞ് കയറുന്നത് വരെ പുഞ്ചിരിച്ചുകൊണ്ട് കൽപ്പടവിൽ ഇങ്ങനെ കൂട്ടിരുന്ന കുട്ടി
സാക്ഷാൽ കൃഷ്ണനല്ലാതെ മറ്റാരാണ്? അപ്പോൾ ഉണ്ണിക്കണ്ണനെയും വില്വമംഗല സ്വാമിയാരെയും കുറിച്ചുള്ള അതിമനോഹരമായ ഭക്തിസാന്ദ്രമായ ഈ കഥയുടെ 4ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.